നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരന്തരം ഇന്ത്യക്കൊരു ഭീഷണി ഉയർത്തിയിരുന്നതാണ് ചൈന. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ചൈനയിലെത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി തന്നെ എല്ലാം ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് തന്നെ തണുത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ള സൂചനകൾ പല റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ബ്രഹ്മപുത്ര നദിയിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പിന്നാലെ തന്നെ ബ്രഹ്മപുത്രയിൽ വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയും ഒരുങ്ങുന്നു. അതായത് എന്താണോ ചൈന ഇങ്ങോട്ട് ചെയ്യുന്നത് അത് തന്നെ അതിന് തിരിച്ചൊരു മറുപടി ഇന്ത്യ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിലാണ് അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. ബ്രഹ്മപുത്രയിൽ ചൈന വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നതും ഇന്ത്യക്ക് ഭീഷണിയാണ്. അണക്കെട്ട് നിർമ്മിച്ച ശേഷം മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകാം. ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് പുതിയ അണക്കെട്ട് ഇന്ത്യ നിർമ്മിക്കുന്നത്. 278 മീറ്റർ ഉയരമുണ്ടാകും. പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. 17,069 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി. ആഗോള ടെൻഡർ വിളിച്ചു. അണക്കെട്ട് നിർമ്മാണം 2032 പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2880 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയും അണക്കെട്ടിന്റെ ഭാഗമായി ഉണ്ടാകും. ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന ആരംഭിച്ചിട്ടുള്ളത്. ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിനടുത്തുള്ള നിങ്ചിയിലാണ് 16,700 കോടി ഡോളറിന്റെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. 5 വൈദ്യുതി പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് അണക്കെട്ട്. ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ 3 ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് ബ്രഹ്മപുത്രയിലേത്. ഹിമാലയൻ തിരകളിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളഞ്ഞൊഴുകുന്ന വൻ മലയിടുക്കിലാണ് പദ്ധതി വരുന്നത്. അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ഈ മേഖല പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും തുടർച്ചയായി ഭൂചലനം ഉണ്ടാകാറുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അണക്കെട്ട് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിനെ ബാധിക്കില്ലെന്നാണ് ചൈന മറുപടി നൽകിയത്. ഇന്ത്യൻ അതിർത്തിയോടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് അണക്കെട്ട് നിർമ്മിക്കുന്നത് പലതരത്തിലുള്ള ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും ടേൺ പോലെ പിരിയുന്ന കൂറ്റൻ കിടങ്ങ് പ്രദേശത്തായാണ് അണക്കെട്ട് വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയേറും. ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. പദ്ധതിയെക്കുറിച്ച് ജനുവരിയിൽ ഇന്ത്യ ചൈനയുടെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യ ചൈനയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഉയർന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനും അന്ന് ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥിതിഗതികൾ കൃത്യമായി വീക്ഷിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു. പദ്ധതി യാതൊരു പ്രത്യാഘാതവും ഉണ്ടാക്കില്ലെന്നാണ് ഡിസംബറിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. കൂടാതെ നദിയുടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നിലനിർത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതേസമയം പരിസ്ഥിതി ലോലമായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വൻ പദ്ധതികൾ വരുത്തുന്ന മാറ്റാനാവാത്ത പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നിരവധി പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാങ്ടെസെ നദിയിലാണ് 3 ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ട് കൊണ്ട് ചൈനയുടെ ലക്ഷ്യം. പതിറ്റാണ്ടുകൾ എടുത്താണ് നിർമ്മാണം പൂർത്തിയായത്. അണക്കെട്ടിന്റെ റിസർവോയർ നിർമ്മിക്കാൻ 1.4 ദശലക്ഷം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. റിസർവോയർ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. കൃഷിയിടങ്ങളും നശിച്ചു. അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള ചിലവ് $25 ബില്യൺ ആയിരുന്നു എന്നാണ് കണക്കുകൾ. എന്നാൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് $37 ബില്യൺ വരെയാണ് എന്നാണ്. 3 ഗോർജസ് ഡാമിന്റെ നിർമ്മാണം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗം 0.06 മൈക്രോ സെക്കൻഡുകൾ കുറച്ചതായും അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ തീരുമാനം കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജനുവരിയിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിലുള്ള ആശങ്ക ചൈനയെ അറിയിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ചൈനയുടെ നിലപാട്. അണക്കെട്ട് നദീതീര പ്രദേശങ്ങൾക്കോ താഴ്വരകൾക്കോ സുരക്ഷാ ഭീഷണിയാകില്ലെന്നാണ് ചൈന പ്രതികരിക്കുന്നത്. പാരിസ്ഥിതിക സുരക്ഷാ ആഘാതങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകളോളം പഠിച്ച ശേഷമാണ് പദ്ധതി വിഭാവനം ചെയ്തതെന്നും കരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് അവരുടെ വാദം. 5,80,000 ചതുരശ്ര കിലോമീറ്റർ
വിസ്തൃതിയുള്ള ബ്രഹ്മപുത്ര ഉപതടം ചൈനയുടെ ഭാഗമായ ടിബറ്റ്, ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവ പങ്കിടുന്ന സങ്കീർണമായ ഒരു നദീതടമാണ്. ഇതാകട്ടെ വിശാലമായ ഗംഗാ ബ്രഹ്മപുത്ര മേഘ്ന തടത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ടിബറ്റിലെ ബ്രഹ്മപുത്രയുടെ വൃഷ്ടിപ്രദേശം 2,93,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയിലും ഭൂട്ടാനിലുമായി 2,40,000 ചതുരശ്ര കിലോമീറ്ററും ബംഗ്ലാദേശിൽ 47,000 ചതുരശ്ര കിലോമീറ്ററുമാണ്. ബംഗ്ലാദേശിനുള്ളിൽ ബ്രഹ്മപുത്ര തടം 5,80,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിൽ നദിയുടെ നീർത്തട വിസ്തീർണം 1,94,413 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് രാജ്യത്തിന്റെ മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ ഏകദേശം 5.9%. നദിയുടെ ശരാശരി ആഴം 30 മീറ്ററും പരമാവധി ആഴം 135 മീറ്ററുമാണ്. ഹിമാലയൻ മഞ്ഞുരുകുമ്പോൾ വസന്തകാലത്ത് നദിയിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. ഒരു വശത്ത് കൃഷിക്ക് അനുയോജ്യമായ വലിയ അളവിൽ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ് നിക്ഷേപിക്കുമ്പോൾ മറുവശത്ത് ഇത് അസമിലും ബംഗ്ലാദേശിലും വലിയ വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. 3000 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര ദക്ഷിണേഷ്യയുടെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ്. അതിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന സമൂഹങ്ങളുടെ ജീവരേഖ. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ കൃഷി, സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി, സംസ്കാരം എന്നിവയിൽ ഈ നദി പ്രധാന പങ്ക് വഹിക്കുന്നു. ജലസേചനം, മത്സ്യബന്ധനം, ഉൾനാടൻ ജലഗതാഗതം എന്നിവയ്ക്കായി മേഖലയിലെ ജനങ്ങൾ ബ്രഹ്മപുത്രയെ വലിയ തോതിൽ ആശ്രയിക്കുന്നു. കാസിരംഗ ദേശീയോദ്യാനം ഉൾപ്പെടെയുള്ള സമ്പന്നമായ ജൈവ വൈവിധ്യത്തെയും ഇത് നിലനിർത്തുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്ന നദി കൃഷിക്കും മത്സ്യബന്ധനത്തിനും പ്രധാന ജലസ്രോതസ്സാണ്. വെള്ളപ്പൊക്ക സമയത്ത് ഫലഭൂയിഷ്ഠമായ ചെളി കൊണ്ട് മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നു. കൂടാതെ തണ്ണീർത്തട ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ബംഗ്ലാദേശിലും ഒരു പ്രധാന ഗതാഗത മാർഗമാണ് നദി. 1951 ചൈന പിടിച്ചെടുത്ത് തങ്ങളുടെ ഭാഗ്യമാക്കിയ ടിബറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സുകളിൽ ഒന്നാണ്. പ്രദേശത്തെ വിശാലമായ ഹിമാനികളാണ് പ്രധാന ഏഷ്യൻ നദികളെ നിലനിർത്തുന്നത്. ഏതാണ്ട് 10 രാജ്യങ്ങളിലായി 1.3 ബില്യണിലധികം ആളുകൾ കുടിവെള്ളം, ജലസേചനം, ജലവൈദ്യുതി എന്നിവയ്ക്കായി ഈ നദികളെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലെ മുൻനിര ജലവൈദ്യുതി ഉൽപാദകരായ ചൈനയാകട്ടെ കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ നദികളെ കാണുന്നത്. പൂർണ്ണമായും ചൈനയ്ക്കുള്ളിലൂടെ ഒഴുകുന്ന യെല്ലോ, യാങ്സി നദികളുടെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് ഒഴുകുന്ന മെക്കോങ്, ഇർവാഡി, സാൽവിൻ എന്നിവയുൾപ്പെടെ നദികളുടെയും ശക്തി അവർ ഇതിനകം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെയാണ് ലോകത്തിലെ 9ാമത്തെ വലിയ നദിയായ ബ്രഹ്മപുത്രയിൽ അവർ കണ്ണുവെക്കുന്നത്. ജലവൈദ്യുതി ഉൽപാദനത്തിനും ബ്രഹ്മപുത്രയെ ഉപയോഗപ്പെടുത്താമെന്ന് ചൈന തിരിച്ചറിഞ്ഞിട്ടും കാലമേറെ ബ്രഹ്മപുത്രയിലെ ആദ്യത്തെ പ്രധാന അണക്കെട്ടായ സാങ്മു ഭൂട്ടാൻ ഇന്ത്യ അതിർത്തിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2009 നിർമ്മാണം ആരംഭിച്ച അണക്കെട്ടിന്റെ ആദ്യത്തെ ജനറേറ്റർ 2014 നവംബറിൽ കമ്മീഷൻ ചെയ്തു. 2015 ഒക്ടോബർ 13 അവസാനത്തേതും പ്രവർത്തനക്ഷമമായി. റൺ ഓഫ് റിവർ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് പക്ഷേ വൈദ്യുതി ഉൽപാദനത്തിനായി വലിയ തോതിൽ വെള്ളം സംഭരിക്കുന്നില്ല. ബ്രഹ്മപുത്രയുടെ ദ്രുതഗതിയിൽ ഒഴുകുന്ന യാർലുങ് സാങ്പോ ഗ്രാൻഡ് കാന്യോൺ ലോകത്തിലെ ഏറ്റവും മികച്ച വൈദ്യുതി ഉൽപാദന കേന്ദ്രമായി ചൈനീസ് എഞ്ചിനീയർമാർ വിലയിരുത്തുന്നു. 2020 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനം അംഗീകരിച്ച 14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 2024 ക്രിസ്മസ് രാവിൽ അവിടെ പദ്ധതിക്കുള്ള ഔപചാരിക അനുമതി പ്രഖ്യാപിച്ചു. യാർലുങ് സാങ്പോ എന്ന് പ്രാഥമികമായി അറിയപ്പെടുന്ന ഈ അണക്കെട്ട് മെഡോക് കൗണ്ടിയിലെ ഗ്രേറ്റ് ബെൻസ് മേഖലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നദി യു ആകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഹിമാലയൻ പ്രദേശത്തെ മലയിടുക്കാണിത്. ജൂലൈ 19 അണക്കെട്ടിന്റെ നിർമ്മാണം ഔപചാരികമായി ആരംഭിച്ചു. ടിബറ്റിലെ നിങ്ചി നഗരത്തിൽ നദീപ്രദേശത്ത് നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് ആണ് അണക്കെട്ടിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചതായി പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചതായി ചൈനീസ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. നൂറ്റാണ്ടിലെ പദ്ധതി എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്.